ഞാൻ പട്ടുസാരി തന്നെയാണ് ഉടുത്തത്. ആ ഉടുത്ത സാരി ഒരു ഷാളങ്ങ് ഇട്ടിട്ട് ഒരു മീശ അങ്ങ് ഫിറ്റ് ചെയ്തു, ഒരു തൊപ്പിയൊക്കെ വെച്ച് ഞാനൊരു വർഷം അങ്ങ് മാവേലിയായി. അടിപൊളി ഓണമായിരുന്നു. സിനിമയിൽ ഒരുപാട് മുടിയൊക്കെ ആയിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്. പക്ഷെ ആ മുടി കൊണ്ട് എനിക്കൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും കൊണ്ട കെട്ടി വെക്കുക, അല്ല പിന്നീട്. ഇതായിരുന്നു എൻ്റെ സിനിമയുടെ ഒരു ഹെയർ. ഞാൻ വരുന്നത് കരയുന്ന അമ്മയായിട്ടാണ് മലയാള സിനിമയിൽ കാലെടുത്ത് വെച്ചത്. നമ്മുടെ ഫസ്റ്റ് പടം മുതൽ ഈ വാഴുന്നവരായാലും ഫസ്റ്റ് പടം പടനായകനായാലും വാഴുന്നവരായാലും സ്പർശം മനോജ് കേജൻ്റെ അമ്മയായിട്ട്, അതുപോലെ തന്നെ അസുരവംശം, കുറേ പടങ്ങളുണ്ട് ഞാൻ അമ്മയായിട്ട് അഭിനയിച്ച പടങ്ങൾ. ചേച്ചി ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ഒരാളാന്ന് തോന്നുന്നില്ല. ഒരു കാലഘട്ടത്തിലാണെങ്കിലും വിഷമങ്ങളൊക്കെ സ്ട്രഗിളൊക്കെ നേരിട്ട് മുന്നോട്ട് വന്ന അതില്ലാതെ പറ്റത്തില്ലല്ലോ നമുക്ക് അതിനെ ധൈര്യമായിട്ട് നേരിടുക. എന്താ പറയുന്നത്, അന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി, നമുക്ക് അന്ന് സംഘടനകളില്ല. അന്ന് ഞാനെന്ന സംഘടന മാത്രമേ ഉള്ളൂ. എനിക്ക് സൊല്യൂഷൻ ഞാൻ തന്നെയുള്ളൂ, ഞാൻ തന്നെ എൻ്റെ സംഘടന. ഇപ്പം എനിക്ക് നല്ല കഥാപാത്രം തരണമെന്ന് ഉദ്ദേശിക്കുന്ന ഡയറക്ടർമാർക്കൊന്നും പടവില്ല. ഇപ്പോൾ ഉള്ളത് ന്യൂജൻ ഡയറക്ടർമാരാണ്. ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ പറയും നമുക്ക് കഥാപാത്രങ്ങളില്ല, ശക്തമായ കഥാപാത്രം എനിക്ക് തന്നാൽ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എവിടെ, ഏത് സിനിമയിൽ? സത്യം. ഇപ്പം സിനിമ ഓടുന്നത് തന്നെ പെണ്ണുങ്ങളില്ലാതെ എത്രയോ പടങ്ങൾ സിനിമകൾ. അപ്പം നമുക്ക് അതിനെ കുറ്റം പറയാൻ ഒക്കുമോ? ചേച്ചിയുടെ ഇതുവരെ ഉള്ളൊരു ഫിലിം ജേർണി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും തരേണ്ട ഒരു അംഗീകാരം ചേച്ചിക്ക് തന്നിട്ടില്ല. നമുക്ക് ഒരാൾക്ക് അങ്ങോട്ട് ബഹുമാനം കൊടുത്താൽ തിരിച്ചവർ നമ്മളെ ബഹുമാനിക്കത്തുള്ളൂ. എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അതുപോലെ അവരെ കാണുന്നുണ്ട്. നല്ല പടത്തിൻ്റെയും ഒരുപാട് ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാണ് ഞാനൊക്കെ. ചിലപ്പോൾ എനിക്കൊരു അഹങ്കാരം വരുന്ന എൻ്റെ വീട്ടിലെ മെമ്മൻ്റെ കാണുമ്പോൾ എൻ്റെ 100-168 ദിവസമൊക്കെ ഓടിയ പല ഷീൽഡും കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചി, നമ്മൾ സാധാരണ എല്ലാവരും നാടകം, സീരിയൽ, സിനിമ. ചേച്ചി സിനിമ സീരിയലിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സീരിയലുണ്ട്, അരയന്നങ്ങളുടെ വീട്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സീരിയലാണ്. ആ ഒരു ലൊക്കേഷനിലെ സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു സീരിയലിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ പറഞ്ഞാൽ അത് നല്ല. അത് അതിനേക്കാളും എനിക്ക് ഒന്നും കൂടി എടുത്തു പറയാനുള്ള ഹിറ്റ്ലറായിരുന്നു, മിസ്സസ് ഹിറ്റ്ലർ. അതും സി കേരളത്തിന്റെ നമ്പർ 1 സീരിയലായിരുന്നു. സി കേരളത്തിന്റെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു എൻ്റെ. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓണം, ഞാൻ ആ വർഷം മാവേലിയായിരുന്നു. പെണ്ണുങ്ങൾ ഇതുവരെ മാവേലി ആയിട്ടുണ്ടോ? അത് ചരിത്രത്തിൽ ഞാൻ കുറിച്ചു. കാരണം ഞാനൊരു ആ ഫോട്ടോ വേണം ഞാൻ തൽക്കാലം നിങ്ങൾ ഇന്റർവ്യൂ വരുമ്പോൾ ഇതൊക്കെ പ്ലേ ചെയ്യാൻ വേണം നിങ്ങൾക്ക് തരാം. കാരണം ഞാൻ ആദ്യം ഒരു മാവേലിയായിട്ട്, ആക്ച്വലി അമ്മ ഓണത്തിന് അധ്യക്ഷ വഹിക്കുന്നതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആരോ മാവേലിക്ക് വേണ്ടിയിട്ട് എന്തോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്യാം മാവേലി, ചേച്ചി ചെയ്യുമോ? അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ കോലം കെട്ടി ഇങ്ങനെയൊക്കെ നിൽക്കുമെന്നൊരു സംശയം. ഞാൻ ഒന്നും ചെയ്തു. ഞാൻ പട്ടുസാരി തന്നെയാണ് ഉടുത്തത്. ആ ഉടുത്ത സാരി ഒരു ഷാളങ്ങ് ഇട്ടിട്ട് ഒരു മീശ അങ്ങ് ഫിറ്റ് ചെയ്തു, ഒരു തൊപ്പിയൊക്കെ വെച്ച് ഞാനൊരു വർഷം അങ്ങ് മാവേലിയായി. അടിപൊളി ഓണമായിരുന്നു. അപ്പോൾ ആ സീരിയലോട് അനുബന്ധിച്ച് തന്നെ തിരുവാതിരയും മറ്റേ പുലികളിയും പിന്നെ എന്താ പറയണ ഈ മറ്റേ ഉണ്ടല്ലോ ഈ കരകാട്ടം ഇതെല്ലാം ഉണ്ട്. നല്ല രസമായിരുന്നു. അത് സീരിയലിന്റെ ഭാഗമായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ആഘോഷിക്കും. ഞങ്ങളെല്ലാം കുറെ നല്ല കാണാൻ നല്ല കുട്ടികളായിരുന്നു അതിനകത്ത് അന്നേരം ഉണ്ടായിരുന്നത്. എൻ്റെ മക്കളൊക്കെ ആയിട്ട് മേഘന, നമ്മുടെ മാൻവി, അക്ഷയ, നമ്മുടെ അഞ്ജലി, അങ്ങനെ കുറെ കുട്ടികളുണ്ടായിരുന്നു. സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മുടെ ഹിറ്റ്ലറിനെ ഒന്ന് മാറ്റി കളഞ്ഞായിരുന്നല്ലോ. ഹിറ്റ്ലറായിട്ട് തന്നെ മാറിയത്. എന്നാ വെച്ചാൽ ഹിറ്റ്ലർ അപ്പോഴത്തേക്ക് വേറെ ഒരെണ്ണം പോയി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഈ ചാനൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സീരിയലിലെ നായകനാണെങ്കിൽ ഈ സീരിയൽ അത് പറ്റത്തില്ല. പണ്ടാണെങ്കിൽ ഇങ്ങനെ ഞാനൊക്കെ സീരിയലിൻ്റെ തുടക്കം എന്ന രീതിയിലൊക്കെ ഞാനൊക്കെ സീരിയലിൽ തുടക്കം സ്ത്രീ സീരിയലിനൊക്കെ അന്ന് വന്നിട്ടില്ല. അന്നുണ്ടായിരുന്ന ദൂരദർശൻ മാത്രമാണ് ഞാനൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. മെഗാ സീരിയൽ തുടങ്ങുന്നത് ഏഷ്യാനെറ്റിലാണ് ഫസ്റ്റ്, സ്ത്രീ. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനൊക്കെ. പിന്നെ എത്ര സീരിയൽ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7 മണിക്ക് ഒരു നായകനെ കണ്ട 8 മണിക്ക് കണ്ടാലും കുഴപ്പമില്ല, 10 മണിക്ക് കണ്ടാലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ നായകൻ ഒരാളുണ്ടോ, അയാൾ ആ സീരിയലിൽ ഒരെണ്ണത്തിനെ പാടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ആ നായകൻ പിന്നീട് സി കേരളത്തിൽ അവരെഴുതും പോയി കാണാൻ പാടില്ല. കണ്ടാൽ അവരെ പാടുന്ന എന്നാ ചെയ്യും, അവരെ മാറ്റി വേറെ ആളെ സ്പേസ് ചെയ്യും. പ്രേക്ഷകർ അങ്ങ് സഹിച്ചോളൂല്ലോ.
പ്രേക്ഷകർ ഈ കഥാപാത്രം നോക്കിയിരിക്കുവാണല്ലോ, അതുകൊണ്ട് ആ പ്രേക്ഷകർ ഒരാളെ ഒരു ഐഡന്റിറ്റിയിൽ മാത്രമേ ആൾക്കാർ കാണാൻ പാടുള്ളൂ എന്നുള്ളൊരു ഇതിലോട്ട് ഇപ്പൊ വന്നു സീരിയൽ മേഖല അല്ലേ? അത് അല്ല, ഒരാളെ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ടും കണ്ട അവരെ മാറ്റി വേറെ സ്ഥാനത്ത് ഒരാളെ ആ കഥാപാത്രം ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുക. അതെ. അപ്പൊ ആ ഒരു കഥാപാത്രം വേറെ വന്ന് നിൽക്കുമ്പോൾ പക്ഷെ അത് ശരിയാവൂല. മറ്റേ ആള് കണ്ട് അത് അതായിട്ട് വേറൊരാളായിട്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റി ചിന്തിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ കാഴ്ചക്കാരുടെ കാര്യം പറഞ്ഞു, കൂടെ അഭിനയിക്കുന്ന നിങ്ങളും തീർച്ചയായിട്ടും ഒരാളെ പറഞ്ഞ ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ ഞാനും ഷാനവാസും ആദ്യം ഞങ്ങൾ നല്ല അമ്മയും മോനും ഭയങ്കര അറ്റാച്ച്മെന്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ടുള്ള അമ്മയും മോനും തമ്മിലുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഷാനവാസ് അങ്ങ് മാറി. പിന്നെ അരുൺ വന്നപ്പോൾ കുറേ സമയം എടുത്തു അരുണോടൊന്ന് ചേർന്ന് ഒന്ന് നന്നായി സിങ്കായി വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരാൾ മാറി മാക്സിമം ആളെ എങ്ങനെയും അവസാനം വരെ കൊണ്ടുപോയി നിൽക്കുക. ഞങ്ങളേതാണ്ട് 800-850 എപ്പിസോഡ് പോയി. മിസ്റ്റർ ഹിറ്റ്ലർ 3 വർഷം പോയി. സീരിയൽ ഹിറ്റായിരുന്നു, നമ്പർ 1 സീരിയലായിരുന്നു. ഞങ്ങളുടെ വീടും അങ്ങനെ തന്നെ. അരേൻ്റെ വീട് പിന്നെ അവിടെ ഓണാഘോഷം ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് അവിടെ ഓണാഘോഷം എനിക്ക് എടുത്ത് പറയാനുണ്ടായിരുന്നു. നല്ല അടിപൊളി ഓണമായിരുന്നു. ചേച്ചി എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെയ്യുന്നതിൽ കൂടുതലും ബോൾഡ് ആയിട്ടുള്ളത് ചെയ്യുന്നുണ്ട്, ഹാസ്യപരമായിട്ടുള്ളതൊക്കെ ഭയങ്കര അനായാസം കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ചേച്ചി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള റോൾ, ഇപ്പോൾ വാഴുന്നവരായിക്കോട്ടെ ജാനകിക്കുട്ടി, ഇതിനകത്തൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള റോളുകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇപ്പോൾ അത്തരം റോളുകൾ കിട്ടാത്തതിലോ അല്ലെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റാത്തതിലോ എന്തെങ്കിലും വിഷമമായിട്ടോ ഇല്ല, അതിനോട് അറ്റാച്ച്മെന്റോ? കഥാപാത്രങ്ങള് നമുക്ക് ആ സമയത്ത് ഞാൻ ഈ ഹ്യൂമറിന് ചെയ്യാൻ അങ്ങനെ കൽപ്പന അങ്ങനെ കുറച്ച് ആൾക്കാരല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാനൊക്കെ ആ ഒരിക്കലും വിചാരിച്ചില്ല, ഞാനൊരിക്കലും ഹ്യൂമർ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വരുന്നത് കരയുന്ന അമ്മയായിട്ടാണ് മലയാള സിനിമയിൽ കാലെടുത്ത് വെച്ചത്. നമ്മുടെ ഫസ്റ്റ് പടം മുതൽ ഈ വാഴുന്നവരായാലും ഫസ്റ്റ് പടം പടനായകനായാലും വാഴുന്നവരായാലും സ്പർശം മനോജ് കേജൻ്റെ അമ്മയായിട്ട്, അതുപോലെ തന്നെ അസുരവംശം, കുറേ പടങ്ങളുണ്ട് ഞാൻ അമ്മയായിട്ട് അഭിനയിച്ച പടങ്ങൾ. ഇപ്പം ആശ്രീസ് എൻ്റെ മോള് നായികയായ പടമുണ്ട് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ്, അതിനകത്ത് ഞാനും ഭയങ്കര സെൻറ്റിയായ ഒരു വേഷം ഞാൻ മോളോടൊപ്പം അഭിനയിച്ച പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ അതൊക്കെ എൻ്റെ കുറച്ച് പഴയ പടങ്ങളല്ലേ. അതെ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ നോക്കും, അന്ന് എനിക്ക് ഇത്ര വണ്ണവും ഇല്ല. ഞാൻ ഈ കഥാപാത്രങ്ങൾ വേണ്ടിയിട്ടാണ് ചേച്ചി വണ്ണം വെച്ചത്, പക്ഷെ ആ ക്യാരക്ടർ ചെയ്യാനും പറ്റിയില്ല. ഇല്ല ആ പടം നടന്നില്ല, അത് നടന്നില്ല, പടം നടന്നില്ല. അല്ലെങ്കിൽ അത് ആ പടം ലോഹിദാസ് സാറാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അന്നേരം വലിയ വണ്ണം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇച്ചിരി വണ്ണം കൂടെ ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ടി ആയിരിക്കും സാർ അത് പറഞ്ഞേ. പിന്നെ അത് ആ പടം നടന്നില്ല ആ പടം. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഈ വണ്ണം വെച്ചത് ഉപകാരമായിട്ടുള്ള കുഴപ്പമില്ല, ഈ വണ്ണം കുഴപ്പമില്ലാണ്ടൊക്കെ കൊണ്ടുപോയി. ചേച്ചി കുറെ സിനിമകൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നു, മാമാങ്കം പോലത്തെ സിനിമയൊക്കെ ചേച്ചി ഒഴിവാക്കി. ഭയങ്കര ചേച്ചി അത്ര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മൂവിയൊക്കെ. മാമാങ്കം ഉണ്ട്, പിന്നെ നമ്മുടെ എലവങ്കോട് ദേശം ഒക്കെ ഉണ്ട് ആ പടം. അത് ബ്ലൗസ് കൈ ഇതില്ല, പുറയും സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര അതൊന്നും വലിയ വണ്ണവും ഇല്ല. അതല്ല എനിക്കതെന്തോ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഒരു ബുദ്ധിമുട്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളൊക്കെ ഈ എന്താ പറയുക, നമ്മളൊക്കെ ഒരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തലമുറകൾ വരുമ്പോൾ നമ്മൾ ചെയ്ത പടങ്ങൾ ഏതൊക്കെ എങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ തലമുറകൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അവരൊക്കെ കുറച്ചും കൂടി നമ്മളെക്കാൾ മേളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. എനിക്കത് ഞാൻ ആ ഒരു കാലത്തിൽ വളർന്നു വന്ന ആളല്ലേ. ഇന്നത്തെ തലമുറയുടെ കാലത്ത് വന്ന ആൾക്കാരല്ല ഞാൻ. അല്ല, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ കുറച്ചും കൂടെ പുറകിന്ന് വളരെയധികം ശിക്ഷണവും വളരെയധികം എന്താ പറയുക അങ്ങനെ ആ തലത്തിൽ വളർന്നുകൊണ്ട് എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ എനിക്ക് അന്നത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്, മറ്റൊന്നും കൊണ്ടുമല്ല. ചേച്ചി ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ഒരാളാന്ന് തോന്നുന്നില്ലേ? ഒരു കാലഘട്ടത്തിലാണെങ്കിലും വിഷമങ്ങളൊക്കെ സ്ട്രഗിളൊക്കെ നേരിട്ട് മുന്നോട്ട് വന്ന അതില്ലാതെ പറ്റത്തില്ലല്ലോ നമുക്കതിനെ ധൈര്യമായിട്ട് നേരിടുക. എന്താ പറയുന്നത്, അന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി, നമുക്ക് അന്ന് സംഘടനകളില്ല. അന്ന് ഞാനെന്ന സംഘടന മാത്രമേ ഉള്ളൂ. എനിക്ക് സൊല്യൂഷൻ ഞാൻ തന്നെയുള്ളൂ. ഞാൻ തന്നെ എൻ്റെ സംഘടന, ഞാൻ തന്നെയാണ് പവർ. നമ്മൾ നമ്മുടെ ആ കറക്റ്റ് സമയത്ത് പവർ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം, മനസ്സിലായോ? അപ്പം നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഇങ്ങനെ വഴിതെളിച്ച് നമുക്ക് തരും. ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മൂവീസ് ചെയ്തു, ഇത്രയും ഒരു സിഗ്നേച്ചർ മലയാള സിനിമയിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. റിയൽ ലൈഫിലാണെങ്കിലും ഇനിയിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ചേച്ചിയുടെ ഇതുവരെ ഉള്ളൊരു ഫിലിം ജേർണി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും തരേണ്ട ഒരു അംഗീകാരം ചേച്ചിക്ക് തന്നിട്ടില്ല. അംഗീകാരം എന്ന് ഉദ്ദേശിച്ചത് എന്താ, അവാർഡാണോ?
അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ചേച്ചിക്ക് കിട്ടേണ്ടത് ചേച്ചിയുടെ ഒരു ടാലന്റിനും ചേച്ചിയുടെ കഴിവിനും അനുസരിച്ച് അംഗീകാരം കഥാപാത്രങ്ങൾ ഇനി ഒരു പക്ഷേ ഇനി നമുക്ക് അന്ന് എല്ലാവരും പറയായിരുന്നു ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ പറയുന്നത് നമുക്ക് കഥാപാത്രങ്ങളില്ല, ശക്തമായ കഥാപാത്രം എനിക്ക് തന്നാൽ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എവിടെ, ഏത് സിനിമയിൽ? സത്യം. ഇപ്പൊ സിനിമ ഓടുന്നത് തന്നെ പെണ്ണുങ്ങളില്ലാതെ എത്രയോ സിനിമകൾ. അപ്പം നമുക്ക് അതിനെ കുറ്റം പറയാൻ ഒക്കുവോ? നമുക്ക് അതിനു മുന്നേ കിട്ടിയതൊക്കെ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയുക. ദൈവമേ, എനിക്ക് ആ കാലഘട്ടത്തിൽ എനിക്ക് ഇത്രയും പടം ചെയ്യാൻ പറ്റി. അതിനു മുന്നേ നന്ദി പറയുന്നത് പൊന്നമ്മ ചേച്ചിയും ആ കാലഘട്ടത്തിൽ അവർ പറയും, അയ്യോ ഇവർക്ക് മുന്നേ ഞങ്ങൾക്ക് ഇത്ര കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, ദൈവമേ ദൈവത്തിന് നന്ദി. അവരുടെ കാലത്തിന് ശേഷം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥാപാത്രം കുറച്ച് കിട്ടി, അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇപ്പം ഇല്ലാത്തതിനെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോ ഇല്ല, കഥാപാത്രങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലല്ല, ചേച്ചിയുടെ കഴിവിനനുസരിച്ചുള്ളത് ഇനിയും കിട്ടാമായിരുന്നു. മേ ബി ഈ കഴിഞ്ഞ കാലഘട്ടത്തിലാണെങ്കിലും നോക്കിക്കോളൂ, ഇതിലും കൂടുതൽ ചേച്ചിക്ക് കിട്ടേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നല് ചേച്ചിയുടെ ടാലന്റിനനുസരിച്ച് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു, മലയാള സിനിമയിൽ ഏറ്റവും 17-18 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ജോഷി സാറിൻ്റെ പടം, ജോഷി സാറിൻ്റെ പടങ്ങളിലെല്ലാം എന്നെ എടുത്ത് നോക്കിക്കോ. ജോഷി സാറിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ നല്ല വേഷം ചെയ്ത് വാഴുന്നവരാ സാറിൻ്റെ പടത്തിനകത്ത് ചെയ്യുന്നത്. അതിനുശേഷം സാറിൻ്റെ പടത്തിനകത്ത് അവതാരം ഞാനൊരു വില്ലത്തിയായിട്ടാണ് ചെയ്തത് സാറിൻ്റെ പടത്തിൽ. സാറിനറിയാം എനിക്ക് എന്ത് കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന്, സാറിനറിയാൻ പറ്റും. എനിക്ക് കഥാപാത്രം തന്ന ഡയറക്ടർമാർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം എനിക്ക് നല്ല കഥാപാത്രം തരണമെന്ന് ഉദ്ദേശിക്കുന്ന ഡയറക്ടർമാർക്കൊന്നും പടവില്ല. ഇപ്പോൾ ഉള്ളത് ന്യൂജൻ ഡയറക്ടർമാരാണ്. അവർ ഒരു പക്ഷേ നമ്മളെയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മളൊന്ന് എന്നോട് ബേസിൽ ജോസഫ്, ഞാൻ എവിടെയോ നമ്മുടെ ഇപ്പോഴത്തെ നായകൻ ഡയറക്ടറെ ഞാൻ ബേസിൽ ജോസഫിനോട് ചോദിച്ചു, ബേസിൽ ജോസഫേ എന്താണ് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ വിളിക്കാത്തത്? എൻ്റെ പൊന്നമ്മ ചേച്ചി ഞങ്ങൾ മറന്നു പോയെന്നാ. ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നു, ഇടയ്ക്കൊന്ന് വിളിക്കണ്ടേ? ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ മറന്നു പോന്ന. അപ്പോൾ എന്നാ വെച്ചാൽ ന്യൂജൻ ജനറേഷൻ്റെ പടത്തിൽ ഞാൻ ഇപ്പോൾ ഒരു പടം ആവേശം എന്ന് പറഞ്ഞ പടത്തിൽ ഞാനുണ്ട്. 2 സീനേ ഉള്ളെങ്കിലും ന്യൂജൻ ആൾക്കാർ കണ്ടു ഞാൻ ആ പടത്തിലുണ്ടെന്ന്. അതുപോലുള്ളൊരു പടം എനിക്ക് ന്യൂജൻ്റെ ഒരു പടത്തോട് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. മനസ്സിലായി? ഞാൻ ചെയ്തു ധ്യാൻ ശ്രീനിവാസനൊപ്പം ഒരു പടം ചെയ്തു, ചീന ട്രോഫി എന്ന് പറഞ്ഞൊരു പടം. അതിലും അതങ്ങ് പടം ഹിറ്റായില്ല. നമ്മുടെ പടം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ പടം ഹിറ്റാവണം, ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിയാലാണ്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് പടത്തിൻ്റെ നല്ല പടത്തിൻ്റെയും ഒരുപാട് ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാണ് ഞാനൊക്കെ. ചിലപ്പോൾ എനിക്കൊരു അഹങ്കാരമൊക്കെ വരുന്ന എൻ്റെ വീട്ടിലെ മെമ്മൻ്റെ കാണുമ്പോൾ എൻ്റെ 100-168 ദിവസമൊക്കെ ഓടിയ പല ഷീൽഡും കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നും. എനിക്ക് എന്നോട് തന്നെ തോന്നും, എനിക്ക് ഇത്രയൊക്കെ ഇങ്ങനെയുള്ള പടം ഇത്രയും ഹിറ്റായ പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയില്ലേ എനിക്ക്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇനി സമയം ദൈവം തരട്ടെ, ഇനി നല്ല കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ദൈവം ആ സമയം ഇനി ഒരു പക്ഷെ പറയാൻ പറ്റില്ല, ഇനി വന്നുകൂടായില്ലല്ലോ. തീർച്ചയായിട്ടും വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സ് മാത്രമല്ല, ചേച്ചിക്ക് ഇനിയും കുറച്ചുകൂടെ അവാർഡുകളൊക്കെ കിട്ടണം അല്ലേ? അവാർഡ് കിട്ടേണ്ടിയിരുന്നില്ലേ ഒരു കഴിഞ്ഞ കാലത്ത്? അല്ല, അതിന് ഒരു ഞാൻ പറയത്തില്ല. എനിക്ക് അവാർഡ് കിട്ടാനുള്ള വേഷങ്ങൾ ഞാൻ ചെയ്തത് എനിക്ക് എന്നോട് തൃപ്തിയില്ല. കാരണം ഞാൻ കരഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ അല്ലാതെ സ്ട്രോങ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ മാത്രമല്ല ചേച്ചി, ഇപ്പോൾ 1 മിനിറ്റ് സീക്വൻസ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിനല്ലേ. അപ്പൊ വേഷങ്ങളെയല്ല ഞാൻ പറയുന്നത്, ചേച്ചിയുടെ കഴിവിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. ചേച്ചിയുടെ കഴിവ് ഇതിലും അധികം അംഗീകാരം അർഹിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ടാവും. ഉള്ളത് നിങ്ങളെപ്പോലുള്ള നിങ്ങൾക്കും പ്രേക്ഷകർക്കും തോന്നി ഇനി വരുന്നേ നമുക്ക് ചെയ്യാമല്ലോ, അതിനുള്ള അവസരം വരട്ടെ. ഇനിയും കിടക്കുമല്ലയോ. ഇനി എൻ്റെ ഇത്രയും നാളുള്ള എൻ്റെ നമുക്കൊക്കെ ഓരോ എയിമില്ലേ, നമുക്കൊക്കെ ഞാൻ സിനിമയിൽ വരുമ്പോൾ എൻ്റെ ഏറ്റവും എയിമായിരുന്നു എൻ്റെ മക്കളെ നന്നായി പഠിപ്പിക്കുക, നന്നായി കല്യാണം കഴിപ്പിക്കുക, അവരെല്ലാം നല്ല സെറ്റിലാക്കുക, പിള്ളേരെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ഹസ്ബൻഡോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യവും സക്സസ് ആക്കി. എനിക്ക് സിനിമയിൽ എനിക്ക് ഇത്രയൊക്കെ റോളുകൾ ചെയ്യാൻ പറ്റി. എനിക്ക് സൂപ്പർ സ്റ്റാർസ് അല്ല, ഇപ്പോഴത്തെ ന്യൂജൻ കുറേ ആൾക്കാരുമൊക്കെയായിട്ട് എനിക്ക് പടങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പോഴും ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. സീരിയൽ രംഗത്തായാലും സീരിയൽ ഞാൻ 18 കൊല്ലം കൂടിയാണ് മിസ്സസ് ഹിറ്റ്ലർ ചെയ്യുന്നത്, 18 വർഷം കൂടിയാണ്. പ്രേക്ഷകർ കാണുമ്പോൾ ചോദിക്കുക എന്താണെന്ന് ഇപ്പോൾ സീരിയലൊന്നും അഭിനയിക്കാത്ത, സീരിയലിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ കൊറോണ വന്ന എല്ലാം ബ്ലോക്ക് ആയപ്പോഴത്തേക്കും സിനിമയെല്ലാം ബ്ലോക്കായില്ലേ, ആ സമയത്ത് ഈ സീരിയൽ വരുന്നത്. അപ്പോഴേ കയറി അതിന് കൈ കൊടുത്തു ഞാൻ. പിന്നെ അതിനുശേഷം ഞാൻ അമ്മക്കിളി കൂടുന്ന ഒരു സീരിയലോട് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടുന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ കുറച്ച് പടങ്ങൾ എന്നിലോട്ട് ഇങ്ങോട്ട് വന്നു, പുതിയ പടങ്ങൾ കുറച്ച് വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് സജീവമായത്. മനസ്സിലായോ? തീർച്ചയായിട്ടും. അവാർഡും അംഗീകാരങ്ങളും ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഒഫീഷ്യലി ഇങ്ങനെ തരേണ്ടതാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കാണുന്ന ആൾക്കാർ, കാഴ്ചക്കാർ മനസ്സറിഞ്ഞ് തരുന്നാലും ഞങ്ങളുടെ മനസ്സിലെ സ്ഥാനമാണ്
ശരിക്കും ഉള്ള award. പ്രേക്ഷകരുടെ അവാർഡില്ലേ? അത്രേ ഉള്ളൂ. എന്നെ അപ്പൊ എവിടെ കണ്ടാലും ആൾക്കാർ പറയും എന്നെ കണ്ടു ചേച്ചി, ഞങ്ങൾ ആ വേഷം കണ്ടു, ഞങ്ങൾ ഈ വേഷം കണ്ടു, ഞങ്ങൾ ചിരിച്ച് പടുത്തു, ഞങ്ങളെ ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് പൊന്നമ്മ ചേച്ചി അതാണ് എന്നൊക്കെ പറയുമ്പോ അതല്ലേ ഏറ്റവും വലിയ അവാർഡ്. അതിനപ്പുറം ഏത് അവാർഡാ ഉള്ളേ? അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ ഒഫീഷ്യൽ അവാർഡ്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ചേച്ചിക്ക് അതിലും വലിയ അവാർഡാണ് തീർച്ചയായും. ചേച്ചി. അതിനു മുമ്പ് ചോദിക്കേണ്ട ഒരു കാര്യം, ചേച്ചിയുടെ ഹെയർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത്രയും ഏജ്ഡ് ആയിട്ടും ഹെയർ ഭയങ്കര ഭംഗിയായിട്ടാണ് ഉള്ളത്. അപ്പൊ ചേച്ചി എനിക്കൊന്ന് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കൊന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇടയ്ക്ക്. ഞാൻ ഞാനൊന്ന് കട്ട് ചെയ്തായിരുന്നേ. കാരണം ഞാൻ നോക്കട്ടെ, സിനിമയിൽ ഒരുപാട് മുടിയൊക്കെ ആയിട്ട് ഞാൻ സിനിമയിൽ വരുന്നത്. പക്ഷെ ആ മുടി കൊണ്ട് എനിക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും കൊണ്ട കെട്ടി വെക്കുക, അല്ലെ പിന്നീട്. ഇതായിരുന്നു എൻ്റെ സിനിമയുടെ ഒരു ഹെയർ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കാണിച്ചു ഒന്ന് വെട്ടി കിട്ടിയത്. അതിന് ഞാൻ പലരും ചെന്നപ്പോ അവര് അയ്യോ മേഡം വെട്ടണോ മേഡം അവർക്ക് വെട്ടാൻ അവസാനം അവർ മുടിയൊക്കെ വെട്ടി ഇതാക്കി. അങ്ങനെ ആ സ്റ്റൈൽ വെച്ച് ഞാൻ 3 പടം ചെയ്തു. ഒന്ന് ദിലീപിന്റെ ജാക്ക് ഡാനിയൻ, ഒന്ന് പൃഥ്വിരാജിന്റെ പ്രദേശ് ഡേ, ഒന്ന് ബാബുരാജ് ഡയറക്ട് ചെയ്ത ബ്ലാക്ക് കോഫി. അങ്ങനെ 3 പടം ആ സ്റ്റൈലിൽ ചെയ്തു. ഞാൻ 3 പടം ചെയ്തു. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്റെ ഹെയർ വേറെ ഒരു തരത്തിലോട്ട് മാറ്റണം. ഭയങ്കര ഭംഗിയായിട്ടിരിക്കുന്നത്. മുല്ലപ്പൂ വെച്ചിട്ടാണെങ്കിലും ഭയങ്കര കുറച്ചും കൂടെ മുല്ലപ്പൂ വെച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. മുല്ലപ്പൂ വെച്ചാൽ എന്നെ മുല്ലപ്പൂ ഇഷ്ടംപോലെ ഇവിടെ വെച്ചു. പൈസ വാങ്ങി അവരൊരു ഒരു 2 മുഴം മേടിക്കാനാ പറഞ്ഞത്. അവരെനിക്കൊന്ന് 10 15 മുഴം മേടിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കുറച്ച് മുല്ലപ്പൂ കൂടെ വെച്ചാലോ? കുറച്ചും കൂടെ അടിപൊളിയാക്കാം അല്ലേ? ഓക്കെ, ഞാൻ മുല്ലപ്പൂ എടുത്തിട്ട് വരാം. ചേച്ചിയുടെ തലയിൽ കുറച്ചും കൂടെ മുല്ലപ്പൂ വെച്ച് കുറച്ചും കൂടെ സുന്ദരിയാക്കിയിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് കാണാനില്ലേ? ഇപ്പൊ സൗന്ദര്യം കുറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ, കൂടിയാൽ ആർക്കും പ്രശ്നമില്ലല്ലോ. ചേച്ചി അപ്പൊ ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ എങ്ങനെയാ? തനിയെ മേക്കപ്പ് ചെയ്യലാണോ? ഒരുങ്ങുന്നതൊക്കെ തനിയെ തന്നെ ചെയ്യോ, അതോ നമുക്ക് അതിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആളുണ്ടോ? ഇല്ല, ഞാൻ തനിച്ചാ. എനിക്ക് അസിസ്റ്റന്റ് പയ്യനുണ്ട്. അവനിപ്പോ എന്റെ കൂടെ ഉണ്ട്. അവനിപ്പോ നാട്ടിൽ പോയിരിക്കും. അവനില്ല. അതിന് കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അല്ലെങ്കിൽ ആളുണ്ടാവും, കൂടെ ആളുണ്ടോ. ഒരാളില്ലാതെ പറ്റത്തില്ല. മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യും. ഞാൻ ചെറുതായിട്ട് ഹെയർ സ്റ്റൈല് മൊത്തത്തിൽ ഒരു ടച്ചപ്പിന് ഒരാൾ കൂടെ വേണം. ഞാൻ എപ്പോഴും ഞാൻ മുടി പിന്നിടുക ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒന്ന് കെട്ടി വെക്കാന്ന് വിചാരിച്ചു. കുട്ടപ്പി ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ കുട്ടപ്പിയായത്. അടിപൊളി കാണാൻ. മൊത്തത്തിൽ എനിക്ക് സാരിയും ബ്ലൗസും ഓർണമെന്റ്സും ഹെയർ സ്റ്റൈലും ഒക്കെ കൂടെ അടിപൊളിയായിരുന്നു. പൊട്ടും ഡ്രസ്സിങ് എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എൻ്റെ ഡ്രസ്സിങ് ഓർണമെന്റ്സ് അതൊക്കെ കുറേയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ആൾ. അത് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ സീരിയൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പോൾ അവർ സാരിയും എൻ്റെ ഓർണമെൻറ്റ്സും ഒക്കെ അവർ ചോദിക്കാറുണ്ട്. അവരെൻ്റെ അടുത്ത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. കൂടുതൽ ഓർണമെൻറ്റ്സ് പിള്ളേർ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്നൊക്കെ മിക്കതും കൊണ്ടുവന്ന് വയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പലപ്പോഴായിട്ട് കൊണ്ടുവരുന്ന സാധനം സ്റ്റോക്കാവും. അപ്പോഴത്തേക്ക് ഒരു സീരിയൽ വരും. അപ്പോഴത്തേക്ക് ഈ സാധനം എല്ലാം വെളിയിൽ വരും. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇത് എവിടുന്നാ മാല വാങ്ങിച്ചത്, ആ മാല എവിടെ കിട്ടും, അല്ല ആ സാരി എവിടുന്നാ. സാരിയൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ച് കുറെ കൊല്ലങ്ങൾ മുമ്പുള്ള സാരി ആയിരിക്കും. ഞാൻ ഒരുപാട് നാൾ കൂടി ചെയ്യുമ്പോൾ ആ സാരിയൊക്കെ ഭയങ്കര പുതുമ തോന്നും. സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ആൾക്കാർ ഓർക്കും. സ്റ്റൈലിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഈ ഒരു കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് തന്നെ വിനയാകുന്നൊരു അല്ലേ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ചേച്ചി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നത് അത്ര ഉദ്ദേശത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ട്യൂണിലായിരിക്കത്തില്ല. അതിന്റെ ഒരു ട്യൂൺ മാറ്റിയാൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറ്റി കഴിഞ്ഞാൽ എൻ്റയർ മീനിങ് തന്നെ മാറിപ്പോവും ഒരു പറയുന്ന ഒരു കാര്യത്തിന്റെ. അപ്പൊ അങ്ങനെ ചേച്ചി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിന്നീട് അത് നമുക്ക് തന്നെ അമ്പായിട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥ, സിറ്റുവേഷൻ എന്തെങ്കിലും ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മൈസ്റ്റോണിന്റെ ഇന്റർവ്യൂ തന്നെ ഉണ്ടല്ലോ. എന്നെ പാർവതി ഇന്റർവ്യൂ ചെയ്യുന്നത്. പാർവതി എന്തൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തു. അതൊന്നുമല്ല, ഇപ്പം ഒരു ജനറേഷൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു എന്നെ ഈ പിന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ റെസ്പെക്ട് എന്നൊരു വാക്ക് ഞാൻ ഒരു ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഒന്ന് സംസാരിച്ചായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ ആക്ടേഴ്സിന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇച്ചിരി കുറവാന്ന്, ആ ഒരു ബഹുമാനക്കുറവ് എന്ന രീതിയിൽ ഉദ്ദേശിച്ച്. ബഹുമാനക്കുറവ് പറഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ അച്ഛനമ്മ എന്ന ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നെ മറ്റുള്ള ആൾക്കാർ എന്നെ ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കഥയൊന്നും പറയാനുണ്ടാവില്ല. അവർ നോക്കുമ്പോൾ ഇന്ന് അതിനകത്ത് ഒരു സാധനം പൊന്നം ചേച്ചി പറഞ്ഞു അത് മാത്രം എടുത്തിട്ട് അതിനെ അങ്ങോട്ട് വിശകലനം ചെയ്യാന്നുള്ളത്. മറ്റേ പഴയ ആക്ടേഴ്സിന്റെ മക്കളാണെങ്കിൽ അവർക്ക് അത് അറിയാവുന്നത് കൊണ്ട് അവര് മറ്റുള്ള ആക്ടേഴ്സിനെ റെസ്പെക്ട് ചെയ്യും. പക്ഷെ പുതിയ വന്ന് പെട്ടെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ, അവരൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നതും, അല്ലെങ്കിൽ അവർ അച്ഛൻ പോയതും അമ്മ അങ്ങനെ പോകുന്നതും അവർ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അതന്നെ ഒരു സിനിമാ നടന്റെയും നടിയുടെയും
മക്കളൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തു. ഇപ്പുറത്തെ ആൾക്കാർക്ക് അങ്ങനെ വലിയ കൊടുത്തില്ല, അവർക്ക് ആ ഒരു സ്ഥാനം കൊടുത്തില്ല, മര്യാദ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതാ അങ്ങനെ വന്നേ. അതിന് എൻ്റെ വഴിക്ക് വിട്ടു, അത്ര തന്നെ. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാമല്ലോ, മനസ്സിലായോ? അപ്പൊ ചേച്ചി ഇനി എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിനും ചേച്ചിയുടെ ഒരു സിനിമ ഇപ്പോ റിലീസ് ആവാൻ പോകുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഇല്ല, രണ്ട് മാസം കാരണം നമ്മൾ ഓണം റിലീസ് വെച്ചിരുന്നതാ. ആഷിഖ് കപൂറിന്റെ റൈഫിൾ ക്ലബ്ബ്, അനുരാഗ് കശ്യപ്, നമ്മുടെ ദിലീഷ് പോത്തൻ, ഉണ്ണിമായ, വാണി വിശ്വനാഥ്. കൊല്ലങ്ങൾക്ക് ശേഷം വാണി വരുന്നു. അയ്യോ, ഞങ്ങൾ പിന്നെ ദർശന, സുരഭി, ഞാൻ, രാമേട്ടൻ, കുട്ടേട്ടൻ, സുരേഷ് കൃഷ്ണ, വിഷ്ണു എന്നൊക്കെ പറഞ്ഞ വാണിച്ചേച്ചിയൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാർ കണ്ട് മതിയാവാതെ സ്ക്രീനിൽ പോയ ആളാ. അതൊരു എൻട്രി തന്നെയാ വാണിക്ക് കിട്ടിയേക്കുന്നത്. ഞങ്ങളുടെ കഥാപാത്രം, ഞാൻ ഇന്ന് വരെ മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ അങ്ങനത്തെ ഒരു വേഷമോ ഞാൻ ചെയ്തിട്ടില്ല. പുതിയൊരു അതെ, മൊത്തത്തിൽ പുതിയ അതെ. അപ്പം അത് ഞാൻ ഡബ് ചെയ്തു, ഇപ്പം കഴിഞ്ഞ ദിവസം പോയി ഡബ് ചെയ്തു. അത് ഓണത്തിന് വെച്ചപ്പോൾ അതിൻ്റെ CG വർക്ക് ഇനി തീരാനുണ്ട്. കുറേ കാര്യങ്ങൾ, കാടിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തീരാനുണ്ട്. CG നല്ല വർക്കാണ്. അപ്പം പുതിയ ചെയ്യാൻ പോകുന്നത് മ്ലേച്ഛൻ എന്ന് പറഞ്ഞ പടമാണ്. മ്ലേച്ഛൻ ഷൂട്ടിന് ഒരുങ്ങുന്ന പടം. ഞാനിപ്പോൾ റിലീസാകാനുള്ള പടം 1 റൈഫിൾ ക്ലബ്ബ് ആഷിഖ് കപൂറിൻ്റെ, 2 പിന്നെ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം MA നിഷാദിൻ്റെ പടം, 3 ഊടും പാവോ എന്ന് പറഞ്ഞൊരു പടം. അതൊരു അവാർഡ് മൂവിയാണ്. പിന്നെ മൂവി മീൻസ് എൻ്റെ ക്യാരക്ടറല്ല, ആ ഒരു നെയ്ത്തുകാരുടെ കഥയാണ്. അപ്പം അങ്ങനത്തെ ഒരു കഥ വെച്ചിട്ട് ആ ഒരു മോളും ഏതോ ഷോർട്ട് ഫിലിം റീസെന്റ് ചെയ്തിരുന്നല്ലേ ഹോളിവുഡിലെ? മോളത് അത് പറയുകയാണെങ്കിൽ ആക്ച്വലി അത് അവള് ഷോർട്ട് മൂവി ചെയ്തു, ഹോളിവുഡ് ഷോർട്ട് മൂവിയാണ് ചെയ്തത്. മറ്റേ വേൾപൂൾ. അത് റിലീസായിട്ടില്ല, അതെല്ലാം ഫെസ്റ്റിവലിന് അയച്ചിരിക്കുന്നുണ്ട്, റിലീസ് ചെയ്തിട്ടില്ല. അത് മറ്റേ ഇവിടെ നമ്മുടെ അവിടെ ഈ ഇറ്റലിയിൽ ഒരു സെലക്ഷൻ, ഡയറക്ടർ രീതിയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതിന് അവാർഡിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ ഷോർട്ട് മൂവി. അപ്പോൾ അത് നല്ല, നമ്മുടെ ഇവിടെ നമ്മളൊരു പിന്നെ പ്രിവ്യൂ വെച്ചു, നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. എല്ലാവരും, ജോഷി സാറ്, സിബി സാറ്, പപ്പൻ, നമ്മളെ മൊത്തം ഒരു നല്ല റിവ്യൂ ഉണ്ടായിരുന്നു അതിന്. നന്നായിട്ട് അത് എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടി. ഞാനും അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. മോളും പതുക്കെ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പരിപാടിയിൽ അങ്ങനെ അതിൻ്റെ ആലോചനയും അതിൻ്റെ എഴുത്തും. ഇപ്പൊ മുമ്പോട്ട് സിനിമ തന്നെ ഇങ്ങനെ ഇപ്പൊ ഫോക്കസ് ചെയ്ത് സിനിമയിൽ തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിനിമ തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ ഇപ്പൊ ചിലപ്പോ സീരിയലിലെ ക്യാരക്ടേഴ്സിന് അതൊരു ബാധകമാകുമോ, അല്ലെങ്കിൽ അവിടുന്ന് ഒരു കണ്ടിന്യൂറ്റി പ്രശ്നം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സീരിയൽ രംഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ടോ സിനിമയിൽ തന്നെ സജീവമായി പോകുമ്പോൾ? ഇല്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയല് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും, എനിക്ക് സിനിമ വരുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് അവർ ഫ്ലെക്സിബിൾ ആയി നിൽക്കും അല്ലേ? സീരിയലിന് നമ്മളെ അമ്മേനെ, ഇപ്പം അമ്മ വീട്ടിലുണ്ട്, അമ്മ അമ്പലത്തിൽ പോയി, അല്ല അമ്മ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി. അമ്മേൻ്റെ സീരിയലിൽ അങ്ങനെ ആക്കി, ഒരു സിനിമയിൽ അങ്ങനെ ആക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് നമ്മൾ അവിടെ തന്നെ ചെല്ലണം. അപ്പോൾ നമ്മളത് സിനിമയ്ക്ക് അവർ മാക്സിമം തന്നെ ഹിറ്റ്ലറിൻ്റെ ടീമും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പുള്ളിയാണ് ഡയറക്ടർ, നല്ല സൂപ്പർ ഡയറക്ടറാണ് കേട്ടോ. നമ്മുടെ പിന്നെ അൻസാർ ഖാനായിരുന്നു അമ്മക്കിളിക്കൂടിൻ്റെ, നമ്മുടെ ഇതിൻ്റെ ഹിറ്റ്ലറിൻ്റെ റൈറ്റർ പ്രസാദ് പണിക്കർ, ഡയറക്ടർ നമ്മുടെ സുനിൽ ദേവൂഡ് എന്ന് പറയും. നല്ല ഡയറക്ടർമാരാണ്, നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല ബാനറുമായിരുന്നു. കുഴപ്പമില്ല, അവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ സഹകരിക്കും. തീർച്ചയായിട്ടും ഒരു പിന്നെ പരസ്പരം നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹത്തിൽ. പേയ്മെന്റ് കുറവാണെന്നുള്ള പേരിൽ ചേച്ചി ഏതെങ്കിലും റോൾ, എന്തെങ്കിലും ക്യാരക്ടറോ എന്തെങ്കിലും സീരിയലാണോ? സീരിയലിനല്ലേ? സീരിയലിന് അല്ലേ നമുക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പേയ്മെന്റ് ഇല്ല, അത് കിട്ടാൻ നമ്മൾ പോവോ? ഇല്ല, അത് എവിടെയും ഉണ്ടല്ലോ, അത് സിനിമയിലും ഉണ്ട്, അത് സീരിയലിലും ഉണ്ട്. കല ആഫ്റ്റർ ഓൾ നമ്മുടെ ഒരു ജോലിയും കൂടെയാണ്. അതിപ്പോ ഒരു പേയ്മെന്റ് പറഞ്ഞ് ഉറപ്പിച്ചെല്ലാം ധാരണയായതിനു ശേഷമാണ് നമ്മൾ സീരിയൽ ജോയിൻ ചെയ്യുള്ളൂ. ജോയിൻ ചെയ്തിട്ട് അത് പറ്റത്തില്ല കിട്ടത്തില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും ഞാൻ പറയും. എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ നേരത്തെ ഞാൻ എല്ലാം പറയും. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് വേണം, ഇങ്ങനെയാണ്, എൻ്റെ ഇതാണ് കാര്യം, എൻ്റെ ഇങ്ങനെയാണ്, ഒരു കാര്യം പറഞ്ഞല്ല ഉറപ്പിച്ച്. പിന്നെ സെറ്റിച്ച് വന്ന് നിന്നിട്ട് പോയിട്ട് അതെനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ഇത്ര മണിക്കെല്ലാം ഞാൻ ഇത്ര മണിക്ക് ചെന്നിരിക്കും, ഞാൻ ഇത്ര മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത്ര മണിക്ക് പോയിരിക്കും. അല്ലേ, ഞാൻ ഇത്ര മണിക്ക് കറക്റ്റ്. ഞാൻ ഒരിക്കലും 8 മണി എന്ന് പറഞ്ഞാൽ ഞാൻ 8-5 ചിലപ്പോൾ ഞാൻ സെറ്റിലുണ്ട്. ഇത്ര മണിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇത്ര മണിക്ക്
സെറ്റിൽ കാരണം വെച്ചാൽ ആ സമയത്ത് പോയാലേ എനിക്ക് എൻ്റെ മരുന്ന്, എനിക്ക് നമ്മൾ ചെറിയ മരുന്ന് കഴിക്കുന്നുണ്ട്, റെസ്റ്റ് വേണം, നമ്മൾ കുളിച്ച് നാളത്തേക്ക് പിന്നെ റെഡി ആവണം. അപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞ് ഞാൻ പോവുള്ളൂ. ഒരിക്കലും ഇപ്പോൾ ഒരു അലമ്പാണെന്ന് ഞാൻ നിൽക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല അതൊന്നും. ചേച്ചി കൃത്യനിഷ്ഠ, പഞ്ച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫോളോ അപ്പ് അതൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രി ഒരു വിജയം, ചേച്ചിക്ക് ഇൻഡസ്ട്രിയിലുള്ള ഒരു വിജയം എന്ന് പറയുന്നത് അല്ലെ. നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, പഞ്ച്വാലിറ്റി, ഇതൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ജോലിയെ ഏറ്റവും നന്നായിട്ട് ഇപ്പോഴും സജീവമായിട്ട് മുമ്പോട്ട് പോകാൻ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ അല്ലേ. തീർച്ചയായും നമുക്ക് ഒരാൾക്ക് അങ്ങോട്ട് ബഹുമാനം കൊടുത്താൽ തിരിച്ചവർ നമ്മളെ ബഹുമാനിക്കത്തുള്ളൂ. എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് എന്നെ ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അതുപോലെ അവരെ കാണുന്നുണ്ട്, തിരിച്ചവരും എന്നെ അങ്ങനെ കാണുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, തിരിച്ച് അവർ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. ഞാൻ എനിക്ക് എന്തെങ്കിലും കാര്യം പറയാനുള്ളതാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും. നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും ഞാൻ. എനിക്ക് പിന്നെ നിങ്ങൾ എന്നിട്ട് പറഞ്ഞായിരുന്നു പറഞ്ഞുള്ള പരിപാടി എനിക്കില്ല. അതാവുമ്പോൾ പ്രശ്നങ്ങളില്ല, മുഖത്ത് നോക്കി കാര്യം പറയുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ. മാറി നിന്ന് പറയുമ്പോഴാണല്ലോ ട്യൂൺ മാറുന്നത്, മീനിങ് മാറുന്നത്. നിങ്ങളോട് ഞാൻ പറയാണ്, അവിടെ അയാൾ എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്ന് അവിടെ ചെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതും കൂടെ കൂട്ടി പ്ലസ് കൂടെ കൂട്ടി 10 വാക്കൂടെ ചേർത്തേ പറയുള്ളൂ. ചേച്ചി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ട് ചേച്ചി, എന്ന് എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയും ചേച്ചി. എന്ത് എനിക്ക് നമ്മൾ ഫസ്റ്റ് സമയം കാണുന്നതല്ലേ, മാന്യമായിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെ ഒരാളെ അങ്ങനെ ഞാൻ അല്ലെങ്കിൽ അഭിനയിക്കണം, എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാൻ മേലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുക്കറി ഷോ, ഞാൻ പറയുന്നില്ല, ഒരു കുക്കറി ഷോയ്ക്ക് ഞാൻ കുക്കിങ് ചെയ്യുമ്പോൾ അതിനകത്ത് ഐറ്റം എല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കയറി ക്യാമറയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ കയറി നിന്നപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഐറ്റം നോക്കി, എന്തൊക്കെ നോക്കിയപ്പോൾ തേങ്ങാപ്പാൽ നോക്കിയപ്പോൾ അവിടെ തേങ്ങാപ്പാൽ വരെ വേറെന്തോ ഇരിക്കുന്നു. ഞാൻ ഇതെന്തുവാ ചേച്ചി, അതെ അരിപ്പൊടി കലക്കിയതാ ചേച്ചി, അത് തേങ്ങാപ്പാലെന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതിയെന്ന്. എനിക്ക് പിന്നെ അവിടെ നിന്നിട്ട് എന്നെ അങ്ങോട്ട് എന്നെ പൂക്കളെ പോലെ വിറക്കി. എനിക്ക് ഒരിക്കലും കള്ളത്തരം പറഞ്ഞുകൊണ്ട് അത് കള്ളത്തരാന്ന് മനസ്സിലിട്ടുകൊണ്ട് എനിക്ക് ഒരിക്കലും അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല, ക്യാമറയുടെ മുന്നേ വയ്ക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല മാറ്റി നെക്സ്റ്റ് ഐറ്റം, അപ്പം അടുത്ത ഐറ്റത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് തേങ്ങാപ്പാലൊന്നും ഇല്ലാത്ത ആ ഐറ്റം കയറ്. ഞാനത് മാന്യമായിട്ട് അവതരിപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് തേങ്ങ കിട്ടിയില്ല, ഞാൻ പറഞ്ഞു ആ ഐറ്റം വെക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലെല്ലാം വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തേങ്ങാപ്പാൽ കിട്ടി, അത് വേണമെങ്കിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് കയറ്റാം. തേങ്ങാപ്പാൽ കൊണ്ടുവന്ന് പിഴിഞ്ഞ് അത് സെറ്റ് ചെയ്യാൻ പറഞ്ഞ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാന്യമായിട്ട് ചെയ്തു. കാരണം അപ്പോഴേ അവർ ഞാൻ ഓൺലൈൻ ഫുഡിൻ്റെ ഒക്കെ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, പൊന്നമ്മ ചേച്ചിയുടെ ഫുഡാണ് ഞങ്ങൾക്ക് ഉറപ്പായി, അതിനകത്ത് മായം ഉണ്ടാവില്ല ഉറപ്പാണ്, കാരണം അത് ചേച്ചി അത് ചെയ്യത്തില്ല എന്ന് മനസ്സിലായി എന്നോട് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കള്ളത്തരം എനിക്ക് പറയാൻ കള്ളത്തരം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അതെനിക്ക് പറയാൻ പറ്റത്തില്ല. വേറെ ചെയ്യാൻ പാടില്ല, ഞാൻ അറിയുന്നില്ലല്ലോ. പിന്നെ കള്ളത്തരം ചെയ്തിട്ട് നോണ പറയുന്ന ഒരാളായിരിക്കും, കാരണം കണ്ണി നോക്കി ഞാൻ പിടിക്കും, ഞാൻ അവരുടെ മുഖത്തു നിന്ന് ഞാൻ പിടിക്കും. ഞാൻ ഇപ്പൊ എന്നെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു മാറി നിന്ന് ആളെ അവരോട് ചോദിക്കുക, അല്ല താൻ അവിടെ വെച്ച് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഇല്ല എന്ന് പറയുമ്പോ ഇല്ലേ എന്ന് പറയുമ്പോ ആ മുഖത്തെ നമുക്ക് പിടിക്കാം. അപ്പൊ താൻ പറയണ്ട, താൻ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ വേണ്ട അത് പറയാൻ നിൽക്കണ്ട. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഞാൻ മുഖത്തുനിന്ന് പിടിക്കും, ഞാൻ ഒക്കെ ചെയ്യും.